CPIM-നെതിരായും പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ ഗവൺമെൻറ്റും അതിനെതിരായിട്ടെല്ലാം അതിശക്തിയായ പ്രചരണം സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ്. അതിൽ പ്രധാനമായിട്ടും മാധ്യമങ്ങളാണ്. പ്രചരണം സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സാഹചര്യത്തെ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചത്. വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികളും പാർട്ടിയുടെ സമീപനങ്ങളും എന്ന ഒരു രേഖ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുണ്ട്. 2-3 മാസം കഴിയുമ്പോഴാണ് മനോരമയും മാതൃഭൂമിയെല്ലാം ഈ രേഖയുടെ ഭാഗങ്ങൾ പിന്നീട് പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ പറയാം, അവസാനത്തേക്ക് നിൽക്കേണ്ട കാര്യമില്ല. പാർട്ടിയിലുടനീളം ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള തീരുമാനവും സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അല്ല, പൊതുരാഷ്ട്രീയ സ്ഥിതിയല്ല, വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികളും പാർട്ടിയുടെ സമീപനവും, ഇതാണ് ആ രേഖയുടെ പേര്. അവതരിപ്പിച്ച് അംഗീകരിച്ചു. അതിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ജനാധിപത്യ വിരുദ്ധരെ, അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് മുദ്ര കുത്തുന്നത്. ആ സമീപനമാണ് വലതുപക്ഷ മാധ്യമങ്ങൾ പൊതുവിൽ സ്വീകരിക്കുന്നത്. എന്നാൽ ഫാസിസത്തെ ഉൾപ്പെടെയുള്ള അമിതാധികാര പ്രവണതയ്ക്കെതിരെ ലോകത്തെമ്പാടും പൊരുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ളതാണ് ചരിത്രം. ഹിറ്റ്ലറെ പോലും മുട്ടുകുത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചത് സോവിയറ്റ് റഷ്യയിൽ വെച്ചാണ്. കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതം തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് അന്നത്തെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ യുദ്ധം മുന്നേറിയത്. അപ്പോൾ ഹിറ്റ്ലറെ പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല, വർത്തമാനകാലത്ത് ഫ്രാൻസിലും ബ്രിട്ടനിലും ജനാധിപത്യത്തെ സംരക്ഷിച്ച് നിർത്തിയത് ഇടതുപക്ഷം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട് കൊണ്ടാണ് എന്ന് കാണാം. ഫ്രാൻസിൽ പ്രത്യേകമായിട്ടും അതെ, ബ്രിട്ടനിൽ ലേബർ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. അതിനാൽ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ ഇടതുപക്ഷത്തെ ശക്തിയായി എതിർക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ മോഹൻ ഭഗവത് തന്നെ പറഞ്ഞത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഇടതുപക്ഷമാണ് എന്നാണ്. ഇടതുപക്ഷത്തോടുള്ള വിരോധത്തിൻ്റെ അടിസ്ഥാനം അവരിപ്പോഴും മോഹൻ ഭഗവത് പറയുന്നതല്ല, മുമ്പ് തന്നെ കൃത്യമായിട്ട് ഗോൾവാൾക്കർ എഴുതി വെച്ചതാണ്. ഞങ്ങളുടെ പൊതു ശത്രുക്കൾ അത് 3 എണ്ണമാണ്. അത് 1 മുസ്ലിം, 2 ക്രിസ്ത്യൻ, 3 കമ്മ്യൂണിസ്റ്റ്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ ഇടതുപക്ഷത്തിനെതിരായിട്ടാണ്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കേരളമാണ് എന്ന് മോഹൻ ഭഗവത് തന്നെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരായി അതിശക്തിയായ പ്രതിഷേധവും ജനവികാരവും ഉയർത്തിക്കൊണ്ടുവരണം എന്ന് തന്നെയാണ് കാണുന്നത്. അത് അയോധ്യയിലെ പ്രതിഷ്ഠ, അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉദ്ഘാടനം, ഇടതുപക്ഷ തീരുമാനം രാജ്യത്തെ മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നു